അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യിയന്നഹു ഹയാതൻ ത്വയ്യിബah വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പാലിക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്ത്രീകളും സാമൂഹ്യ മുന്നേറ്റങ്ങളും എന്നാണ് നമുക്ക് സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയം. ആൺപുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആരാധനയിലും വിജ്ഞാനത്തിലും സാമൂഹ്യ സേവനത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും തുല്യമായ പരിഗണനയാണ് അള്ളാഹുവിൻ്റെ മതം നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മുടെ യൂസുഫ് സാർ സൂചിപ്പിച്ചതുപോലെ സാമ്പ്രദായികമായി നാം കേട്ടുകൊണ്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, നമ്മുടെ നാടുകളിൽ ആളുകൾ ചെയ്തു വരുന്ന ചില പ്രവർത്തനങ്ങൾ, അതാണ് ഇത്തരം വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നാണ് നാം ഉൾപ്പെടെ എല്ലാവരും ധരിച്ചു വെച്ചത്. യഥാർത്ഥത്തിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാമൂഹ്യ നീതി, ലിംഗസമത്വം, ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമാണ് അള്ളാഹുവിൻ്റെ മതം നൽകിയിട്ടുള്ളത് എന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത്. സാമൂഹ്യ സേവന രംഗത്ത് അറിയപ്പെടുന്ന ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് അറിയപ്പെടുന്ന വലിയ വലിയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ അതിലൊരു മുസ്ലിം സ്ത്രീയുടെ പേര് ചോദിച്ചാൽ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത് തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾ പരിശോധിച്ച് നോക്കിയാലും വസ്തുത ഇത് തന്നെയാണ്. സ്ത്രീ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീ, വളരെ പിറകിലാണ് ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ്. ഇസ്ലാം സ്ത്രീകളെ അടിച്ചൊതുക്കിയിട്ടില്ല. അവരുടെ വിശ്വാസത്തെയും ആചാരത്തെയും കർമ്മങ്ങളെയും അവൾക്ക് ജീവിക്കാനുള്ള അവകാശവും ഒക്കെ വകവെച്ച് കൊടുക്കുമ്പോൾ തന്നെ പുരുഷനെപ്പോലെ സാമൂഹ്യ നവോത്ഥാനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനുമൊക്കെ തുല്യ പരിഗണന നൽകിയിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ മതം നമുക്ക് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ത്രീകളുടെ ചരിത്രങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാണ് ഖുർആനിൽ പരാമർശിച്ചത് എന്നതുകൊണ്ട് സ്ത്രീയെ അവഗണിച്ചു എന്ന് പറയേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ 34 സ്ഥലത്ത് മറിയം ബീവിയുടെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് അനുകരിക്കാവുന്ന മഹത്തായ മാതൃകയുള്ള വ്യക്തിത്വങ്ങൾ അതിൽ പരിചയപ്പെടുത്തിയത് 2 സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണ്. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ എന്ന് തുടങ്ങി നാം കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഖുർആനിൻ്റെ വചനങ്ങളിൽ വിശ്വാസികളായ ആളുകൾക്ക് മാതൃകയായി കാണിച്ചിട്ടുള്ളത് 2 സ്ത്രീകളെയാണ്. പുരുഷന്മാർ ഇല്ലാഞ്ഞിട്ടല്ല. പ്രവാചകന്മാരായ ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ടും ഖുർആൻ എടുത്തു പറഞ്ഞു, വിശ്വാസികൾക്ക് മാതൃകയായി 2 സ്ത്രീകളെ എടുത്തു കാണിക്കുന്നു. ഒന്ന് ഫറോവയുടെ പത്നിയായിട്ടുള്ള ആസിയ ബീവിയെയും മറ്റൊന്ന് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും. വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ഒരുപാട് പുരുഷന്മാരുണ്ടായിട്ട് പോലും ഈ 2 സ്ത്രീകളെ എല്ലാ വിശ്വാസികൾക്കുമുള്ള മാതൃകയായി കാണിച്ചത് എന്ന് നാം പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കുന്നത് പണ്ട് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. 1960കളിൽ
അന്നു മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ സ്ത്രീകൾ എഴുത്തും വായനയും പഠിക്കുവാൻ പാടുള്ളതല്ല, അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ മേനി നടക്കുന്ന സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയത്തിൽ സ്ത്രീ വിദ്യാഭ്യാസം അത് വേണ്ടത്ര ഗൗനിക്കേണ്ടതില്ല, നിരുത്സാഹപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രമേയം ഇന്നേക്ക് വരെ തിരുത്തിയിട്ടില്ല. പക്ഷേ സമസ്തയുടെ അനുയായികളായ സ്ത്രീകൾ പോലും ആ പ്രമേയം വലിച്ചെറിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ലോക ചരിത്രത്തിൽ ഒരുപാട് മേഖലകളിൽ തിളങ്ങി നിന്ന മഹിളകളെക്കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ചില സ്ത്രീകളുടെ ചരിത്രം പഠിപ്പിച്ചു തരുന്നുമുണ്ട്. ആധുനിക കാലത്ത് ഇത്തരത്തിലുള്ള ചില സ്ത്രീകൾ ഏറ്റവും ഉന്നതമായ മേഖലയിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് നാം ഒക്കെ പഠിച്ചിട്ടുമുണ്ട്. ജസ്റ്റിസ് ഫാത്തിമ ബീവി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായി വിരമിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി. അവരാണ് മലയാളത്തിലെ ആദ്യത്തെ ഒരു വനിതാ വക്കീലായി നിലനിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് നഫീസത്ത് ബീവി വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് 1930കളിൽ സ്ത്രീകൾക്ക് പഠിക്കാനും വിദ്യാലയത്തിൽ കടന്നു പോകാനും അവസരമില്ലാത്തൊരു കാലഘട്ടത്തിൽ തൻ്റെ പിതാവ് തൻ്റെ 12ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിട്ട് പോലും, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും ആ സ്ത്രീ വിദ്യാഭ്യാസം നേടുകയും സാമൂഹ്യ നവോത്ഥാന മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ത്രീ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുകയും കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായി കുറച്ചു കാലം പ്രവർത്തിക്കുകയും ചെയ്തു. ഹലീമ ബീവിയെക്കുറിച്ചറിയാം. ഒരു വനിതാ പത്രാധിപയാണവർ. അവർ അവരുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, സ്കൂൾ പഠനകാലത്ത് അന്നുള്ള മതപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ. മുസ്ലിം സ്ത്രീകൾ കൈയെടുത്ത് പഠിക്കരുത്, അവരെ മാളിക മുകളിൽ താമസിപ്പിക്കരുത്, അവരെ സൂറത്തുന്നൂറും നൂൽപ്പും പഠിപ്പിച്ചാൽ മതി. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ഇസ്ലാം മതത്തിന് പുറത്താണ്. ഇസ്ലാമിൻ്റെ കൽപ്പന മാനിക്കാതെ കാഫിരിച്ചികളെപ്പോലെ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന പഹച്ചികളെല്ലാം നരകത്തിലാണ്. അവർക്ക് പാത്തുമ്മ ബീവി നാച്ചിയാരുടെ ശഫാഅത്ത് കിട്ടുകയോ അവർ സുബർക്കത്തിൽ കടക്കുകയോ ഇല്ല എന്ന് 1965 പ്രസിദ്ധീകരിച്ച EMS സോവനീറിൽ അതിൽ ശിഥില ചിന്തകൾ എന്ന പ്രത്യേക ലേഖനത്തിൽ ഹലീമ ബീവി രേഖപ്പെടുത്തുന്നുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ സ്ത്രീകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുഭാഗത്തും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് വനിതകൾ കടന്നു വന്ന അതിനെ ചുവട് പിടിച്ചുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ മുസ്ലിം വനിതകൾ കടന്നു വന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരു സ്ത്രീ കടന്നു വരുന്നതിന് ഒരിക്കലും മതം എതിരല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മതം ഒരിക്കലും ഇത്തരം രംഗത്ത് നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല. പലപ്പോഴും ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ വാർത്തകളിൽ കേട്ടതാണ്, പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെയുള്ള ഒരു പൊതുവേദിയിൽ സ്റ്റേജിൽ വെച്ച് ഉപഹാരം കൊടുക്കാൻ തയ്യാറായപ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന പൗരോഹിത്യൻ്റെ ശബ്ദം നാം കേട്ടതാണ്. സ്ത്രീകൾ പഠിക്കുകയും
സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഉന്നതമായ നിലയിൽ മുന്നേറുകയും ചെയ്ത പാരമ്പര്യം അള്ളാഹുവിൻ്റെ മതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളും ആ ഒരു മാതൃകയിൽ തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. ഇന്ന് പുരോഹിതന്മാരുടെ ഇത്തരം വാക്കുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് സർക്കാരുകളും പല ഏജൻസികളും പറയുന്ന തരത്തിലേക്ക് പുരോഹിതന്മാരുടെ വാക്കുകൾ ഇന്നത്തെ സമൂഹം വലിച്ചെറിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഈ ആധുനിക കാലഘട്ടത്തിലും യാഥാസ്ഥികത പുതിയ രൂപത്തിലേക്ക് കടന്നു വരികയാണ്. സ്ത്രീകൾ മതപരമായ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, ഖുർആൻ പഠനം, മതപരമായ ആരാധനാ രീതികൾ തുടങ്ങിയ ഏതാനും ചില കാര്യങ്ങൾ പഠിച്ചാൽ മതി, ഭൗതികമായ വിദ്യാഭ്യാസം നേടേണ്ടതില്ല എന്ന് പറയുന്ന നവയാഥാസ്ഥികത്വത്തിൻ്റെ വക്താക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇക്കാലഘട്ടത്തിലും കേരളത്തിൻ്റെ പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടി ഇടപെടുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹലിലെ 97-ാമത്തെ വചനമാണ് തുടക്കത്തിൽ പാരായണം ചെയ്തത്. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു പ്രവർത്തനം, ഒരു സൽക്രമം ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് സൽക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ആര് പ്രവർത്തിച്ചാൽ? മിൻ ദക്രിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ. എന്നിട്ട് തുടർന്ന് അതിൻ്റെ പ്രത്യേകതകൾ, അതിന് ചെയ്യുന്ന നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലങ്ങൾ നൽകും. ഈ ലോകത്ത് അവർ പ്രവർത്തിച്ചതിന് ഒരുപാട് ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം നൽകുമെന്ന് ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹലിലെ 97-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഇവിടെ നല്ല പ്രവർത്തനങ്ങൾക്ക് ആണിന് കിട്ടുന്ന അതേ പ്രതിഫലം പെണ്ണിന് കിട്ടുമെന്ന് പറയുന്നു. ആ മേഖലയിൽ പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. നമ്മുടെ വിദ്യാർത്ഥികളെയും വരും തലമുറയെയും വിവാഹം കഴിക്കുന്നതുവരെ മാത്രം പഠിപ്പിക്കുകയും വീടുകളിൽ തളച്ചിടുകയും ചെയ്യുന്ന നവയാഥാസ്ഥികത്വത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ, വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടില്ലാത്ത, അള്ളാഹുവിൻ്റെ മതം എതിര് നിൽക്കാത്ത ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റ പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ പങ്കുകൾ നിർവഹിക്കാൻ നാം ഓരോരുത്തരും സന്നദ്ധമാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.